അവൻ അതുമുതൽ ഫസ്റ്റ് ഇയർ ഏകദേശം അവസാനം ആവുമ്പോഴേക്കും അവൻ ആ കോളേജിൽ നല്ലൊരു സ്റ്റാർ ലെവലിലോട്ടായി. അവന് സീനിയേഴ്സിൻ്റെ റൂമിലോട്ട് വരെ കയറി ചെല്ലേണ്ട ഒരു നല്ലവരായ സീനിയേഴ്സ് റൂമിലും ക്ലാസ്സിലും പോകേണ്ട ഒരു സ്വാതന്ത്ര്യം അവന് കിട്ടി. ആണായാലും പെണ്ണായാലും എല്ലാം നല്ല സ്വാതന്ത്ര്യം അവന് കിട്ടി. അത് ബാക്കിയുള്ള സീനിയേഴ്സിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. സീനിയേഴ്സിന് മാത്രമല്ല ജൂനിയേഴ്സിനും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു അസൂയ അവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അത് അവൻ ഫോൺ വിളിക്കുമ്പോൾ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, ഞാൻ അവരെ കൂടെ അങ്ങോട്ട് പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചേച്ചിമാരുടെ കൂടെ ഞാൻ അവിടെ ക്യാൻറ്റീനിൽ പോകുന്നത് അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അവർ എന്നോട് ചോദിക്കും എന്തിനു പോയത്. അവൻ്റെ ക്ലാസ്മേറ്റ്സും ചോദിക്കും. തമാശയായിട്ടാണ് ചോദിക്കുന്നത്. ഞാനൊരു തമാശയായിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ കുറച്ച് സീരിയസ് ഉണ്ടെന്ന കാര്യം എനിക്ക് ഈ സംഭവം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ആ ഒരു വൈരാഗ്യം ഭയങ്കരമായ വൈരാഗ്യം പറ്റി കിടന്നു. അതിനൊരു അവസരം കാത്തു കിടന്നു. അവസരം വീണ് കിട്ടിയപ്പോൾ അവരതിനെ ഭംഗിയായിട്ട് അങ്ങ് ഉപയോഗിച്ചു. അതൊരു ഒന്നാമത്തെ കാര്യം. പിന്നെ SFIയിൽ ചേരാൻ വേണ്ടി നിർബന്ധിച്ചു. അതും എന്നോട് പറഞ്ഞു. സെക്കൻഡ് ഇയർ ആയപ്പോൾ അച്ഛാ SFIയിൽ ചേരാൻ പാർട്ടിയിൽ പറയുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർന്നു, ഒരു കുഴപ്പമില്ല, ഞാനിപ്പം നിന്നോട് ഒന്നും പറയുന്നില്ല, നീ ഒരു ക്യാമ്പസിൽ പഠിക്കുന്നു, നിൻ്റെ ഇഷ്ടം. അവൻ പറഞ്ഞു ഞാൻ ഒന്നില്ല, എനിക്ക് വയ്യ, എനിക്ക് വേറെ പഠിച്ചോ അവിടെ വനി അല്ലാതെ തന്നെ സമയം കിട്ടുന്നില്ല ഒരു പരിപാടിക്ക്, ചേരുന്നില്ല. അന്ന് വേണ്ട, ചേരണ്ട, നിൻ്റെ ഇഷ്ടം. അങ്ങനെ അവൻ ഫസ്റ്റ് ഇയറിൽ ക്ലാസ് റെപ്പായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ക്ലാസ് റെപ്പാവണമെങ്കിൽ പാർട്ടിയിൽ ചേരണം. പാർട്ടി ചേരാതെ ക്ലാസ് റെപ്പാവാൻ പാടില്ല. അത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. സെക്കൻഡ് ഇയർ മുതൽ എല്ലാ റെപ്പും SFI ക്ലാസ് റെപ്പ്. ഫസ്റ്റ് ഇയറിൽ അക്ഷയും സിൻജോയൊക്കെ SFI പ്രവർത്തകരാണോ? സിൻജോ മുമ്പ് SFI പ്രവർത്തകനാണ്. അവൻ തേർഡ് ഇയറോ ഫോർത്ത് ഇയറോ ആണ്, സീനിയറാണ്. സീനിയറിന് എല്ലാവരും SFI പ്രവർത്തകർ. ഒരു പാർട്ടി അവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അക്ഷയും ബാക്കി ഈ റഹാനും എന്നൊക്കെ, റഹാൻ ഇപ്പോൾ അവിടുത്തെ ക്ലാസ് റെപ്പായി. റഹാനെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞത്. അവൻ്റെ അതും അവൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് റഹാനും. അവരെല്ലാം ഈ റഹാൻ വിളിച്ചിട്ട് മടങ്ങി പോകുന്നു എന്നല്ലേ അന്ന് 15-ാം തീയതി പറഞ്ഞത്? അതെ, മോൻ അമ്മയോട് പറഞ്ഞത് റഹാൻ വിളിച്ചിട്ട് മടങ്ങി പോകാൻ പറഞ്ഞ് കോളേജ് പേപ്പറോ എന്തോ അസൈൻമെൻറ്റോ ഡോക്യുമെൻ്റോ എന്തോ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോയത്. റഹാനെ വിളിച്ചു. ഇന്ന് റഹാൻ വിളിച്ചെന്നാണ് പറഞ്ഞത്, അമ്മയോട് പറഞ്ഞത്. ജോയ്ക്ക് ഒരു എന്താ പറയുക, സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ 100% വിശ്വസിക്കുന്നു. കാര്യം അവർക്ക് ആ പാർട്ടിയുടെ ഉയർന്ന സ്ഥാനം വഹിക്കുന്നവരാവട്ടെ, വെറും പാർട്ടി പ്രവർത്തകരല്ല. അവരെ സംരക്ഷിക്കുന്നത് അവരെ പാർട്ടിക്കാരെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്, അത് വേറെ ഒന്നുമില്ല. അതിന് ഞാൻ പോലീസിൻ്റെ കഴിവുകേടോ അങ്ങനെയൊന്നും പറയുന്നില്ല. കാര്യം ഇതുവരെയും അന്വേഷിക്കുന്നത് കുറേ പേരെ പാർട്ടിക്കാർ കുറേ പേരെ പിടിച്ചു, കുറേ പേര് കീഴടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേസിൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെയും നമുക്ക് പറഞ്ഞിട്ടില്ല. അവർ മൊഴി കൊടുത്തത് പറഞ്ഞിട്ടില്ല. അവർ ഏതൊക്കെ വകുപ്പുകൾ കൊടുത്തു ചേർത്തതെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേസ് നല്ല രീതിയിൽ പോകുന്നുണ്ടോ ഇല്ലയെന്നും. ഏതൊക്കെ വകുപ്പുകളുണ്ട്, ഏതൊക്കെ സെക്ഷൻ അവർ ചേർത്തിട്ടുണ്ട്. 9 പേരെ കിട്ടിയിട്ടുണ്ടല്ലോ. 9 പേരെ കിട്ടിയിട്ടും ചോദ്യം ചെയ്തിട്ടില്ല. അവരിൽ നിന്ന് എന്ത് കിട്ടി, ഏതൊക്കെ വകുപ്പുകൾ അവർക്ക് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതറിഞ്ഞിട്ട് മാത്രമേ എനിക്ക് പബ്ലിക്കായിട്ട് പ്രതികരിക്കാൻ പറ്റുള്ളൂ കേസ് നല്ല രീതിയിൽ പോകുന്നില്ല എന്നുള്ളത്.